ആരോഗ്യമുള്ള ഒരു മനസ്സിന് പ്രധാന അടിസ്ഥാനമായ 3 കാര്യങ്ങൾ ആവശ്യമാണ്. 1. നല്ല ചിന്തകൾ. 2. ഇമോഷൻസ്. 3. നല്ല എനർജി. മനസ്സ് എന്ന് പറയുന്നത് ഒരു തോട്ടം പോലെയാണ്. നമ്മൾ എന്ത് വിത്താണോ അതിലിടുന്നത് അതാണ് അവിടെ വളർന്നു വരിക. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പല കൃഷികളും ചെയ്യുന്നവരാണ്, അല്ലേ? അപ്പം നമ്മൾ ഏതൊരു വിത്താണോ നടുന്നത് അതല്ലേ അവിടെ മുളക്കും. കുമ്പളം കുത്തിയാൽ കുമ്പളം മുളക്കും, മത്തനാണെങ്കിൽ മത്തൻ മുളക്കും. അത് വ്യത്യസ്തമായിട്ട് വരില്ലല്ലോ. നമ്മൾ ഒരു ദിവസം എത്ര ചിന്തകളാണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? ഏകദേശം ഒരു 60,000 70,000 ചിന്തകളാണ് നമ്മുടെ ഉള്ളിലൂടെ കടന്നു പോകുന്നത്. അവയിൽ പലതും ആവർത്തിച്ച് വരുന്നതാണ്. അതുപോലെ നെഗറ്റീവ്സും അതിൽ കയറി വരും. നമുക്ക് വിഷമവും പ്രയാസവും എല്ലാം ഉണ്ടാവും. എന്നാൽ ഈ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് സങ്കടമാവോ അതോ വിഷമമുണ്ടാവോ? അങ്ങനെയല്ല. നമ്മൾ ആ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിച്ച് കൂട്ടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് മനസ്സമാധാനം നഷ്ടപ്പെടുന്നത്, നമുക്ക് സന്തോഷമില്ലാണ്ടാവുന്നത്, നമുക്ക് പേടി ഉണ്ടാവുന്നത്, അല്ലേ? നമുക്ക് ആത്മവിശ്വാസം കുറഞ്ഞു പോകുന്നത്. ഇതെല്ലാം ഒരു പ്രശ്നം നടന്നതിൻ്റെ പേരിലല്ല, നമ്മൾ അതേക്കുറിച്ച് വീണ്ടും ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമ്മുടെ ചിന്തകളാണ് നമ്മുടെ വികാരങ്ങളായി മാറുന്നത്. ആ വികാരങ്ങളാണ് പിന്നെ നമ്മൾ പ്രവർത്തിക്കുന്നത്. ആ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ പ്രവർത്തികളാണ് നമ്മുടെ ജീവിതത്തിലുടനീളം ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നമ്മൾ എന്താണോ സ്ഥിരമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മളതായി തീരും. മനസ്സിലായില്ലേ? നിങ്ങൾ എനിക്ക് കഴിയില്ല, എന്നെ കൊണ്ടൊന്നിനും പറ്റൂല എന്നാണ് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് എങ്കിൽ മനസ്സ് അതിന് കാരണം കാണിക്കും. അതുപോലെയുള്ള കാര്യങ്ങളായാലും നമുക്ക് കണ്ടുകൊണ്ടിരിക്കുന്നത്. ചെറിയ കാര്യങ്ങൾ എല്ലാം എന്തായിരിക്കും? എന്നെ കൊണ്ടൊന്നും പറ്റൂല. അതിനുള്ള ഓരോരോ ഉദാഹരണങ്ങൾ നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നിങ്ങൾ കാണുന്നത് ആ രീതിയിലായിരിക്കും. എന്നാൽ നിങ്ങൾ വിചാരിക്കുകയാണ്, എനിക്ക് പറ്റും, ഞാൻ നന്നായി ശ്രമിക്കുന്നുണ്ട്, എനിക്ക് വിജയിക്കാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നല്ല പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ അതിനുള്ള കാര്യങ്ങളായിരിക്കും പിന്നീട് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒന്ന് ചിന്തിച്ച് നോക്കൂ, അങ്ങനെയല്ലേ എന്ന്. അപ്പം നമ്മൾ പല കാര്യങ്ങളും നമ്മൾ ആ ചിന്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ വിചാരിക്കുകയാണ് ഇപ്പം എനിക്കൊരു കാറ് വാങ്ങണമെന്ന്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയുള്ളതാവണം എന്നൊക്കെ പല ചിന്തകളും നിങ്ങളുടെ മനസ്സിൽ പോകുന്നത്. അപ്പോൾ അത് തന്നെ ആയിരിക്കും നിങ്ങൾ പിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ മനസ്സിൽ എന്തൊരു ചിന്തയാണോ ഇട്ടിരിക്കുന്നത് അതിനെക്കുറിച്ച് അത് ഏത് രീതിയിലാണോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് നമ്മുടെ മുന്നിലൂടെ കടന്നു പോകുന്ന ഓരോരോ കാര്യങ്ങളും. ഇപ്പം എന്നെ ആരും ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ ചെറിയ ഇഷ്യൂസ് നമ്മൾ കാണാൻ തുടങ്ങും. ആളുകൾ നമ്മളെ വെറുക്കുന്നതായിട്ടോ അവർക്കിഷ്ടമില്ലാത്ത അവരെ നമ്മളെ മാറ്റി നിർത്തുന്നതായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കങ്ങനെ തോന്നുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? അത് നമ്മുടെ ചിന്തകളുടെ ഭാഗമായിട്ടാണ്. ഇനിയിപ്പം ഞാൻ വിലപ്പെട്ടതാണ്, എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് എങ്കിൽ നമ്മൾ അതുമായിരിക്കും കാണുക. ചിലരിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ പറ്റും അവർ നമ്മളെ ഇഷ്ടപ്പെടുന്നതായിട്ട്. അവരുടെ വാക്കുകളിൽ, അവരുടെ പ്രവർത്തികളിൽ ഇതെല്ലാം നമുക്കിങ്ങനെ കാണാൻ പറ്റിക്കൊണ്ടിരിക്കും.
അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തകളെയാണ് നമ്മൾ മാറ്റേണ്ടത്. അതിനെ നമ്മൾ വരുതിയിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കണം. നമ്മളൊന്ന് നിരീക്ഷിച്ച് നോക്കുക നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണെന്ന്. ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നമുക്ക് ആവശ്യമുള്ളതാണോ? അതോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണോ? അനാവശ്യമായിട്ട് അൺവാണ്ടഡ് ആയിട്ടുള്ള പല ചിന്തകളുമാണോ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ ഈ ചിന്തകളൊക്കെ സത്യമാണോ? അതോ ഞാൻ വെറുതെ വെറുതെ ഇങ്ങനെ ഊഹിച്ചെടുക്കുകയാണോ? അല്ലേ? അതൊന്ന് നമ്മൾ നിരീക്ഷിച്ച് നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് അത് നെഗറ്റീവാണ്, എനിക്കൊരു ഉപകാരവും ഇല്ല അതിനോട് എന്നാണ് നിങ്ങൾ വെറുതെ ഒരു ദിവാസ്വപ്നമാണ് ഞാനിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, അല്ലേ? അങ്ങനെ ഉണ്ടാവും പല നടക്കാത്ത കുറേ ചിന്തകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളും ഉണ്ടാവും. മനസ്സിലാക്കുക നമ്മൾ ഇതൊക്കെ വേസ്റ്റ് തോട്ടാണ്, എനിക്കിതൊന്നും ആവശ്യമില്ല, ഞാൻ എനിക്ക് ആവശ്യമുള്ളതിലേക്ക് ചിന്തിക്കട്ടെ. നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആലോചിക്കാനുണ്ട്. നമ്മുടെ ആയുസ്സ് എന്ന് പറയുന്നത് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ സമയത്ത് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാം. നമുക്ക് എന്തെങ്കിലും മറ്റുള്ളവർക്ക് എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? നമ്മൾ ഈ ഭൂമിയിൽ നിലനിന്ന് പോകുമ്പോൾ ഇവിടുന്ന് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ച്, അതായത് നമ്മൾ മരിച്ചു പോകുമ്പോൾ നമ്മളെക്കുറിച്ച് ഓർക്കുന്ന രീതിയിൽ, ഇവിടെയുള്ള ആളുകൾ ഓർക്കുന്ന രീതിയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാൽപ്പാടുകൾ ഇവിടെ മാറ്റി വെച്ച് പോവുക എന്നുണ്ടെങ്കിൽ അതൊരു നല്ല സുഹൃത്തായിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ ചിന്തിക്കാം, എനിക്കെന്ത് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ വേസ്റ്റ് ആയിട്ടുള്ള തോട്ടുകളെല്ലാം നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നല്ലതിന് ചിന്തിക്കുക, പഠിക്കാൻ ശ്രമിക്കുക, വളരാൻ ശ്രമിക്കുക. അതിനെല്ലാം ഉള്ള കഴിവ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്, നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ എൻ്റെ ചിന്തകൾ ഞാൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കണം. നല്ല ചിന്തകൾ ചിന്തിച്ചു കൊണ്ടിരിക്കുക. എൻ്റെ ചിന്തകളുടെ രാജാവ് ഞാൻ തന്നെയാണ് എന്ന് നിങ്ങൾ ഉറച്ച് വിശ്വസിച്ച് വേണ്ടതിലേക്ക് നമ്മുടെ ചിന്തകളെ കൊണ്ടുപോവുക. നമ്മൾ ഓരോ ദിവസവും ഒരു നെഗറ്റീവ് ചിന്തയെ മാറ്റി നിർത്തുക, ഒഴിവാക്കുക, വിട്ടേക്കുക. എന്നിട്ട് അവിടേക്ക് ഒരു പോസിറ്റീവ് ചിന്തയെ കൊണ്ടുവരിക. നമുക്ക് വലിയ മാറ്റം സംഭവിക്കും, തീർച്ച. താങ്ക് യു.